നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക്. കോട്ടയം ജില്ലയിലെ 9 സീറ്റുകളും UDF നേടി. മന്ത്രി VN വാസവൻ ഉൾപ്പെടെ LDF-ലെ സിറ്റിംഗ് MLA-മാർ പരാജയപ്പെട്ടപ്പോൾ UDF-ലെ സിറ്റിംഗ് MLA-മാർക്ക് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. കേരള ജനത ഭരണമാറ്റത്തിനായി വിധിയെഴുതിയപ്പോൾ ആഞ്ഞടിച്ച UDF തരംഗത്തിൽ LDF കടപുഴകി വീണു. 102 സീറ്റുകൾ നേടി UDF ഭരണം പിടിക്കുമ്പോൾ LDF-ന് 35 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. NDA 3 സീറ്റുകൾ നേടി നേട്ടം കൈവരിച്ചു. പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി UDF വിജയം നേടിയപ്പോൾ കോട്ടയം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ UDF മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത്. ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും UDF-ന് അനുകൂലമായി വിധിയെഴുതി. UDF മികച്ച വിജയം കരസ്ഥമാക്കിയപ്പോൾ മന്ത്രി VN വാസവന്റെയും സിറ്റിംഗ് MLA-മാരായ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഡോക്ടർ N ജയരാജ്, ജോബ് മൈക്കിൾ എന്നിവരും പരാജയപ്പെട്ടത് LDF-ന് തിരിച്ചടിയായി. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, ചാണ്ടി ഉമ്മൻ എന്നിവരെ വീണ്ടും നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞത് UDF-ന്റെ നേട്ടമായി. എന്നും LDF-നൊപ്പമായി നിന്ന വൈക്കത്തെ തോൽവി അപ്രതീക്ഷിതമായിരുന്നു. മന്ത്രി VN വാസവൻ പരാജയപ്പെട്ടത് LDF-ന് കനത്ത ആഘാതമായി മാറി. പൂഞ്ഞാറിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ 5050 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം നേടിയത്. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA 31,925 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജിനെ പരാജയപ്പെടുത്തി കോൺഗ്രസിലെ റോണി കെ ബേബി 3617 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം നേടിയത്. വൈക്കം നിയോജക മണ്ഡലം CPI-യിൽ നിന്നും കോൺഗ്രസ് തിരിച്ചുപിടിക്കുകയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ K ബിനിമോൻ 1360 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CPI-യിലെ P പ്രദീപിനെ പരാജയപ്പെടുത്തിയത്. ഇതാദ്യമായി ജില്ലയിലെ 9 സീറ്റുകളും കരസ്ഥമാക്കി UDF വൻ വിജയം നേടുകയായിരുന്നു. ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷവും ചാണ്ടി ഉമ്മന് ലഭിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.